ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആ ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ റമദാൻ ഡേ 5 ആണ്. അപ്പം അന്ന് നമ്മളൊരു സ്നാക്സൊക്കെ ഉണ്ടാക്കിയിരുന്നു, ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു 4 എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് വെള്ളമില്ലാണ്ട് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ടായാലും എടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഞാൻ കൈ കൊണ്ടൊന്ന് ഉടയ്ക്കാൻ നോക്കിയതാണ്, പക്ഷെ ഭയങ്കര ചൂടാണ്. അപ്പം ഈ ചൂട്ടിൽ തന്നെ നമ്മൾ ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനൊരു മാഷറും കൊണ്ട് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഇതാ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്, ഒരു 3-3.5 ടേബിൾ സ്പൂണോളം. എന്നിട്ട് നമുക്കത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കുഴച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ചീസാണ്. അപ്പോൾ ചീസിൻ്റെ ഇതുപോലത്തെ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്യൂബ് ഞാൻ 4 കട്ട് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് അതൊന്ന് നമ്മൾ കുഴച്ച് വെച്ചിരിക്കണം മാവുണ്ടല്ലോ, അതൊന്ന് നമുക്ക് കുറച്ചെടുത്തും കൊണ്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ബോളാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ചീസ് അതിൻ്റെ ഉള്ളിലിട്ടിട്ടൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കേട്ടോ, തീരെ പൊടിയാവരുത്. അപ്പോൾ നമുക്ക് ചീസ് വെക്കുമ്പോൾ അത് പൊട്ടിപ്പോവും. ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊരു ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കവർ ചെയ്തിട്ട് നല്ല ഒരു ഷേപ്പിൽ നമുക്ക് എടുക്കാം കേട്ടോ. ആ ഷേപ്പ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏത് വേണമെങ്കിലും ആക്കാം. ഇപ്പോൾ ഇതാ നമ്മളെല്ലാതും റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചീസൊക്കെ ഇട്ടിട്ട് നല്ല റൗണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതിങ്ങനെ പൊതിഞ്ഞെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിപ്പം എഗ്ഗൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്നിങ്ങനെ ഒരു ലൂസ് പോലെ തോന്നും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ ഒരുപാട് പ്രസ് ചെയ്യാണ്ട് വേണം നമ്മളിത് കവർ ചെയ്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാതും ഇതുപോലെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് കറക്റ്റ് സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കുന്ന ടൈമും ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇത് പൊരിക്കാൻ വേണ്ടി വെക്കുന്ന ടൈമിൽ നമ്മളിവിടെ സാമ്പാറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇഡലിയും വെണ്ടയ്ക്ക സാമ്പാറും പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ചട്നിയും കൂടിയാണ്. അപ്പോൾ ഇത് എണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഓരോരോ ഉണ്ട ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ഫ്ലെയിം വന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പം എണ്ണ നല്ലോണം ചൂടായതിന് ശേഷമാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടി വരാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മളിതിൽ കോൺഫ്ലവറൊക്കെ ചേർത്തത് കൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടി വരാത്തത്. ഇനി ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നല്ലോണം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും നല്ലപോലെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ ഓയിൽ ഒരുപാട് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചീസാണല്ലോ അതിൻ്റെ ഉള്ളിൽ, അത് ചിലപ്പോൾ മെൽറ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. ഇത് മാറ്റണ സമയത്ത് കണ്ടു നോക്കിയാൽ മനസ്സിലാവും അത്ര എണ്ണയൊന്നും ഇത് പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ ഒരു സ്നാക്സായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളിത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നല്ല ചീസി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് എണ്ണയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചീസാണല്ലോ.
അപ്പം ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അക്കപ്പാട് ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ എല്ലാം എണ്ണയിൽ നിന്ന് ഇങ്ങനെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതും കൂടി പൊരിച്ചെടുക്കാം. പിന്നെ ഇത് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതാ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഡ്രിങ്കായിട്ടുള്ള കുമ്മട്ടിങ്ങ തണ്ണിമത്തൻ്റെ ജ്യൂസും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കിത് കുടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ തോന്നിയിട്ടാ. പക്ഷേ ഇതിപ്പോൾ ഒരു ഹെൽത്തിൽ നിന്നൊന്നും മാറിയിട്ടുണ്ട്. നമ്മളിത് ലാസ്റ്റ് ഇതിലേക്ക് 7up കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. ഒരു ചെറിയൊരു തരിപ്പും കൂടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ സാമ്പാറിനുള്ളത് ഇവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ അവിടെ സാമ്പാർ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളതൊന്ന് വേഗം വെക്കുകയാണ്. അപ്പോൾ ഇതവിടെ സാമ്പാർ താളിപ്പും കൂടി നടക്കുന്നുണ്ട്. ഇവിടെ ഫ്രൈ ചെയ്തെടുക്കും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചട്നിക്കുള്ള തേങ്ങ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ടേബിളിലേക്ക് വെക്കാനിട്ട് ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാംഗോയുടെ ജ്യൂസും പിന്നെ തണ്ണിമത്തൻ്റെ ജ്യൂസും പാടെയാണ് ഇന്നിപ്പോൾ വെള്ളമായിട്ടുള്ളത്. പിന്നെ സ്നാക്സ് ആയിട്ട് ഇതായി ഒരു എണ്ണക്കടിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സാണ് കേട്ടോ. മുന്തിരിയും പിന്നെ മുസമ്പി, ആപ്പിൾ, അതാണ് നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് ഇഡലി, സാമ്പാർ, ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷം. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു 7up ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇഷ്ടമുള്ളവർ ഒഴിച്ചാൽ മതി. അല്ല ഇതിങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.